സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ മെക്കാനിക്കുമായി ബന്ധപ്പെട്ട് സോ നമ്മളുടെ ടാപ്പ് ആൻഡ് ഡൈ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ അല്ലേ. സോ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് റീമേഴ്സ് എന്ന് പറയുന്നത്. റീമേഴ്സ്. സോ റീമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം. ഡ്രില്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഇത്തരത്തിലൊരു ഹോള് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഹോള് മെഷീൻ ചെയ്തെടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രില്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഡ്രിൽ എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഡ്രിൽ എന്ന് പറയുന്ന ആ ഒരു ടൂൾ കൊണ്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഹോൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾക്ക് വേണ്ടുന്ന ഒരു അളവിലുള്ള അല്ലെങ്കിൽ ഒരു ഡയമെൻഷനിലുള്ള ഹോൾ ആകണമെന്ന് നിർബന്ധമില്ല അല്ലെ. എല്ലായ്പ്പോഴും എന്താണ്, ഒരു വേരിയേഷൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ പറയുന്ന ടൂള്, അതായത് ഡ്രിൽ എന്ന് പറയുന്ന ടൂൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഹോള് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക, എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ഒരു ഹോളിനെ കൃത്യമായിട്ടുള്ള സൈസിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന റീമിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെയാണ് നമ്മൾ നിലവിൽ ഡ്രില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ഹോളിനെ കൃത്യമായിട്ടുള്ള സൈസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീമിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഒരു സൈസിങ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് അല്ലെ. അത് ഫിനിഷ് ചെയ്തുകൊണ്ട്, കൃത്യമായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സൈസിലേക്ക് ആ ഹോളിനെ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് റീമിംഗ് എന്ന് പറയുന്നുണ്ടാവുക. സോ റീമിംഗ് ഈസ് ദ പ്രോസസ് ഓർ ഓപ്പറേഷൻ ഓഫ് ഫിനിഷിംഗ് ആൻഡ് സൈസിങ് എ ഹോൾ which has been previously drilled, bored or cast hole. ഇത്തരത്തിൽ ഡ്രില്ല് ചെയ്തതായിക്കോട്ടെ അല്ലെങ്കിൽ ബോറിംഗ് ചെയ്തായിക്കോട്ടെ. ബോറിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻലാർജിങ് ദ ഡ്രിൽഡ് ഹോൾ അല്ലെ. ഇത്തരത്തിൽ ഹോളിനെ വലുതാക്കുന്ന ഒരു പ്രോസസ്സാണ് ബോറിംഗ് എന്ന് പറയുന്നുണ്ടാവുക അല്ലെ. ഇത്തരത്തിൽ ബോറിംഗ് എന്ന് പറയുന്നത്. സോ ബോറിംഗ് ചെയ്തിട്ടുള്ള ഒരു ഹോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന, നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഹോളോ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹോളോ ആയിട്ടുള്ള കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ സാധാരണ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോൾ ആയിക്കോട്ടെ, ബോർ ചെയ്തിട്ടുള്ള ഒരു ഹോൾ ആയിക്കോട്ടെ, ഡ്രില്ല് ചെയ്തിട്ടുള്ള ഒരു ഹോൾ ആയിക്കോട്ടെ, ആ ഹോളുകളൊക്കെ കൃത്യമായിട്ടുള്ള സൈസിലേക്കും ഫിനിഷിലേക്കും എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് റീമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ റീമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് റീമർ എന്ന് പറയുന്നത്. സോ എന്താണ് റീമർ, എന്താണ് റീമിംഗ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളിവിടെ മനസ്സിലായത്. ഓക്കെ, ഇത്തരത്തിൽ റീമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, ഇത്തരത്തിൽ ആ ഒരു ഡ്രിൽ ചെയ്തിട്ടുള്ള ഹോളിനെ എക്സാക്ട് സൈസിലേക്ക് അല്ലെങ്കിൽ ഫിനിഷിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് റീമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ് റീമർ എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന റീമർ എന്ന് പറയുന്ന ടൂള് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്ന വിധത്തിൽ ആ നിലവിൽ ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടാകും. സോ അതിനെ എൻലാർജ് ചെയ്യാനും, അതുപോലെ തന്നെ എൻലാർജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് അവിടെ വലുതാക്കുന്നുണ്ടാവുക. സോ വളരെ ചെറിയ രീതിയിൽ. ഓക്കെ, ഇത്തരത്തിൽ വലുതാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സൈസിലേക്കും ഫിനിഷിലേക്കും എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് റീമിംഗ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് റീമിംഗ്. സോ മാനുവലി ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ എ ടാപ്പ് റെഞ്ച് ആൻഡ് റീംഡ് അല്ലെ. ഇത്തരത്തിൽ നമ്മൾ ടാപ്പിംഗ് പഠിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ടാപ്പിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ടാപ്പ് യൂസ് ചെയ്തു. അപ്പൊ അത്തരത്തിൽ ടാപ്പ് റെഞ്ച് എന്താന്ന് നമ്മൾ പഠിച്ചു അല്ലെ. പലതരത്തിലുള്ള ടാപ്പ് റെഞ്ചുകൾ നമ്മൾ പഠിച്ചു. അപ്പൊ അത്തരത്തിലുള്ള റെഞ്ചസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മാനുവൽ ആയിട്ട് നമ്മൾ റീമിംഗ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ടാപ്പ് റെഞ്ച് അവിടെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷാങ്കുകൾ, ഇത്തരത്തിലുള്ള സ്ക്വയർ ഷാങ്കുകൾ നമുക്ക് വേണം. അത്തരത്തിലുള്ള സ്ക്വയർ ഷാങ്കുകൾ ഉണ്ടാകും. സോ അതിലേക്ക് നമ്മൾ ആ ഒരു റെഞ്ച് ഇൻസേർട്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അത് മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്ന റീമർ ആണ്. അതിന് നമ്മൾ ഹാൻഡ് റീമർ എന്ന് പറയാറുണ്ട്. എന്താ വിളിക്കുക, ഹാൻഡ് റീമർ. ഹാൻഡ് റീമർ പോലെ തന്നെ മറ്റൊരു റീമർ ആണ് മെഷീൻ റീമർ. മെഷീൻ റീമർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. സോ അത് നമ്മൾ ഡ്രില്ലിംഗ് മെഷീന്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റീമിംഗ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പ്രധാനമായിട്ടും ഹാൻഡ് റീമിംഗും ഉണ്ട്. അതായത് മാനുവലി നമ്മൾ ചെയ്യുന്നതാണ് ഹാൻഡ് റീമിംഗ്.
അതുപോലെ തന്നെ മെഷീൻ റീമിംഗ് എന്ന് പറയുമ്പോൾ മെഷീന്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്നുണ്ടാകും. അപ്പൊ അവിടെ ഈ പറയുന്ന നമ്മളുടെ ടൂൾ, അതായത് നമ്മളുടെ റീമർ എന്ന് പറയുന്നത് ഉണ്ടാവുക ടേപ്പേർഡ് ആയിട്ടുള്ള ഒരു ഷാങ്ക് ഉണ്ടാകും, അത്തരത്തിൽ മോസ്റ്റ് ടേപ്പറുകൾ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ടേപ്പേർഡ് ആയിട്ടുള്ള ഷാങ്കിന്റെ സഹായത്തോടു കൂടി നമ്മുടെ സ്ലീവ് അല്ലെങ്കിൽ സോക്കറ്റിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് ഡ്രില്ലിംഗ് മെഷീന്റെ സഹായത്തോടു കൂടി മെഷീൻ റീമിംഗ് ചെയ്യുന്നുണ്ടാവുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, നോർമലി ദ സ്പീഡ് ഫോർ റീമിംഗ് വിൽ ബി 1/3 ഓഫ് ദ ഡ്രില്ലിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ഡ്രില്ലിംഗ് ചെയ്യുന്നതിന്റെ 1/3 സ്പീഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? റീമിംഗ് പ്രോസസ്സിന്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സാധാരണഗതിയിൽ ഡ്രില്ലിംഗ് കമ്പയർ ചെയ്യുമ്പോൾ ഡ്രില്ലിംഗിന്റെ 1/3 സ്പീഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? റീമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഇനി റീമർ ടൂളുകളിലേക്കാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. റീമർ ടൂളുകൾ എന്താണ്, എങ്ങനെയാണ്, അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് റീമിംഗ് എന്നുള്ളത് നമ്മൾ കണ്ടു. റീമിംഗ് യൂസ് ചെയ്യുന്ന ടൂളാണ് റീമർ. പ്രധാനമായിട്ടും അത് ഹാൻഡ് റീമർ ഉണ്ട്, മെഷീൻ റീമർ ഉണ്ട്. അപ്പൊ ഈ റീമർ എന്ന് പറയുന്ന ടൂള് ബേസിക്കലി ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ നോക്കി. ദാറ്റ് ഈസ് ഫിനിഷിംഗ് പ്രോസസ്. അല്ലെ, യഥാർത്ഥത്തിൽ ഓൾറെഡി ഡ്രില്ല് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബോർ ചെയ്തിട്ടുള്ള ഒരു ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോളിനെ കൃത്യമായിട്ടുള്ള സൈസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് റീമിംഗ് എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് റീമർ എന്ന് പറയുന്നത്. സോ ദ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ്ഡ് ഫോർ എൻലാർജിംഗ് ബൈ ഫിനിഷിംഗ് പ്രീവിയസ്ലി ഡ്രിൽഡ് ഹോൾ ടു ആക്യുറേറ്റ് സൈസ്. അല്ലെ, ഇത്തരത്തിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള സൈസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അവിടെ നമ്മൾ ഇത്തരത്തിൽ 2 തരത്തിലുള്ള റീമർ ടൂളുകളുണ്ട്. നമുക്ക് മെഷീൻ റീമർ ഉണ്ട്, ഹാൻഡ് റീമർ ഉണ്ട്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കി. ഇപ്പൊ മെഷീൻ റീമർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ മോസ്റ്റ് ടേപ്പറുകൾ ഉണ്ടാകും. മോസ്റ്റ് ടേപ്പർ നമ്മൾ ഇത്തരത്തിൽ ടാങ്ക് പോർഷൻ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അവിടെ സ്ലീവുകളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ സോക്കറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഡ്രില്ലിംഗ് മെഷീനിലേക്ക് നമുക്കതിനെ അറ്റാച്ച് ചെയ്യാൻ കഴിയും. അല്ലെ, ഇത്തരത്തിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാൻഡ് റീമർ എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിലായിട്ട് ഒരു സ്ക്വയർ ഷാങ്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ സ്ക്വയർ ഹെഡിലൂടെ നമുക്ക് നമ്മളുടെ റെഞ്ച്, അല്ലെ, ഇത്തരത്തിൽ റെഞ്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് നമ്മളുടെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടതുള്ളത്. ദെൻ അഡ്വാൻറ്റേജ്, നമ്മൾ ഈ പറയുന്ന നമുക്കറിയാം, നമ്മൾക്ക് ഒരു ഹോള് കൃത്യമായിട്ടുള്ള സൈസിലേക്കും ഫിനിഷിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ റീമിംഗ് ചെയ്യാറുണ്ട്. റീമിംഗ് ചെയ്തതിനു ശേഷം നമുക്ക് അവിടെ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനാണ് നമ്മൾ ടാപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ടാപ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ റീമിംഗ് പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി സർഫസ് ഫിനിഷ്, ഡയമെൻഷണൽ accuracy to close limit. Also small holes which cannot be finished by other process can be finished. അല്ലെ, ഇത്തരത്തിൽ വളരെ ചെറിയ ഹോളുകൾ ഫിനിഷ് ചെയ്യാൻ സാധിക്കും, വളരെ ക്ലോസ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, ആക്യുറസി, ഹൈ ക്വാളിറ്റി സർഫസ് ഫിനിഷ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള റീമറുകളാണ് ഉള്ളത്. ഒന്ന് ഹാൻഡ് റീമറും ഉണ്ട്, രണ്ടാമതായിട്ട് മെഷീൻ റീമറും ഉണ്ട്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ഒന്നാമതായിട്ട് കാണുന്നതാണ് നമുക്കറിയാം മെഷീൻ റീമർ. കാര്യം ടേപ്പേർഡ് ആയിട്ടുള്ള സർഫസ്. പിന്നീട് സ്ക്വയർ ഷാങ്ക് കാണാൻ സാധിക്കും, അത് ഹാൻഡ് റീമർ ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിൽ ഹാൻഡും ഉണ്ട്, മെഷീനും ഉണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് സംഗതി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഹാൻഡ് റീമറിലേക്ക് വരുമ്പോ, അപ്പോൾ ആ പേരിനകത്ത് തന്നെയുണ്ട് ഹാൻഡ്, അല്ലെ, കൈകൊണ്ട് അല്ലെങ്കിൽ മാനുവലി നമ്മൾ ചെയ്യുന്ന ടൈപ്പാണ് ഹാൻഡ് റീമർ എന്ന് പറയുന്നത്. സോ റീമിംഗ് ബൈ യൂസിങ് ഹാൻഡ് റീമേഴ്സ് ഈസ് ഡൺ മാനുവലി ഫോർ വിച്ച് ഗ്രേറ്റ് സ്കിൽ ഈസ് നീഡഡ്. അപ്പൊ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ടുള്ള സെന്ററിംഗ് ഒന്നും അവിടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഹോള് നാശമാവാൻ സാധ്യതയുണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബർ അല്ലെങ്കിൽ ഒരു മെഷീനിസ്റ്റ് വേണം അത് അത്തരത്തിലുള്ള ആ ഒരു പർട്ടിക്കുലർ വർക്ക് അല്ലെങ്കിൽ ജോബ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഹാൻഡ് റീമേഴ്സ് ഹാവ് സ്ട്രെയിറ്റ് ഷാങ്ക് വിത്ത് സ്ക്വയർ അറ്റ് ദ എൻഡ്, അല്ലെ, ഇത്തരത്തിൽ സ്ട്രെയിറ്റ് ഷാങ്ക്. അപ്പൊ നമ്മൾ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്, സ്ട്രെയിറ്റ് ഷാങ്ക് ഹാവിംഗ് സ്ക്വയർ ഹെഡ്, അല്ലെ, ഇത്തരത്തിൽ ഒരു സ്ക്വയർ എൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. സ്ട്രെയിറ്റ് ഷാങ്ക് ആയിരിക്കും പൊതുവെ അത് കാണപ്പെടുന്നുണ്ടാവുക. അപ്പോൾ ഒരു ചിത്രം തന്നു കഴിഞ്ഞാൽ അത് ഹാൻഡ് റീമർ ആണോ മെഷീൻ റീമർ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. സോ ദീസ് റീമേഴ്സ് ഹാവ് ലോങ് ടേപ്പർ ലീഡ്. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറച്ചുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നീളത്തിലുള്ള ടേപ്പേർഡ് ആയിട്ടുള്ള ലീഡ് കാണാൻ സാധിക്കും, അല്ലെ. തുടക്കത്തില് വളരെ നീളത്തിലുള്ള കുറച്ച് വലിയ നീളത്തിലുള്ള ഒരു ടേപ്പേർഡ് ആയിട്ടുള്ള ഒരു എഡ്ജ് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണാൻ സാധിക്കും. സോ അത്തരത്തിൽ ലോങ് ടേപ്പേർഡ് ലീഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എവിടെ? ഹാൻഡ് റീമറിൽ. അപ്പൊ ഈ പറയുന്ന ലോങ് ടേപ്പേർഡ് ആയിട്ടുള്ള ലീഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മളെ സെന്ററിങ്ങിന് വേണ്ടി നമ്മളെ സഹായിക്കാറുണ്ട്. സോ ദീസ് റീമേഴ്സ് ഹാവ് എ ലോങ് ടേപ്പർ ലീഡ്. ദിസ് അലൗ ടു സ്റ്റാർട്ട് ദ റീമർ സ്ട്രെയിറ്റ് ആൻഡ് അലൈൻമെന്റ് ഓഫ് ദ ഹോൾ ബീങ് റീഡ്. അത് കൃത്യമായിട്ട്
അലൈൻമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെ, കൃത്യമായിട്ട് ആ ഒരു ഹോളിന്റെ സെന്ററും അതുപോലെ തന്നെ നമ്മളുടെ ടൂളിന്റെ സെന്ററും കൃത്യമായിട്ട് അലൈൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് നമുക്ക് ഈ പറയുന്ന ലോങ് ടേപ്പർ ലീഡ് ഇൻ ഹാൻഡ് റീമേഴ്സ്. അപ്പൊ ഹാൻഡ് റീമറിൽ സ്ക്വയർ ഷാങ്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷാങ്ക് വിത്ത് സ്ക്വയർ എൻഡ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു കട്ടിംഗ് എഡ്ജ് പോർഷനിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ആ ഒരു തുടക്കത്തിൽ നമ്മുടെ ടൂളിന്റെ തുടക്കത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ബോഡിയുടെ തുടക്കത്തിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ലീഡ്, അല്ലെ, ലോങ് ആയിട്ടുള്ള ടേപ്പേർഡ് ആയിട്ടുള്ള ലീഡ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് മെഷീൻ റീമർ. നമ്മുടെ കയ്യിലേക്ക് ഒരു മെഷീൻ റീമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അതിന്റെ ഷാങ്ക് ടേപ്പേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം, അല്ലെ. ഇത്തരത്തിൽ ടേപ്പേർഡ് ആയിട്ടുള്ള ഷാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് നമുക്ക് മെഷീനിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ടേപ്പേർഡ് ആയിട്ടുള്ള ഷാങ്ക്, അതുപോലെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടേപ്പർ ഏതാണ്? മോസ് ടേപ്പർ ആണ്, അല്ലെ. ഇത്തരത്തിൽ മോസ് ടേപ്പറുകളായിരിക്കും നമ്മൾ അവിടെ മെയിൻറ്റെയിൻ, സെൽഫ് ഹോൾഡിംഗ് ടേപ്പേഴ്സ് ആയിട്ടുള്ള മോസ് ടേപ്പേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ മോസ് ടേപ്പറുകൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ. അതുപോലെ തന്നെ ഇവിടെ ലീഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല, ഇത്തരത്തിൽ വലിയൊരു ലീഡ്, ലോങ് ടേപ്പർ ലീഡ് ഇവിടെ കാണാൻ സാധിക്കില്ല. അവിടെ ഒരു ബെവലിംഗ് മാത്രമേ, ചെറിയൊരു ബെവലിംഗ് മാത്രമേ, ചാംഫറിംഗ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത് ആണ് നമ്മളുടെ മെഷീൻ റീമറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. പിന്നീട് നമ്മൾ ഒരു റീമർ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റുകൾ, പ്രധാനപ്പെട്ട ആ ഒരു പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ള ബേസിക് ഐഡിയ നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണം. ഓക്കെ, ഇവിടെ ഒരു ഹാൻഡ് റീമറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഏതൊരു ടൂളിനും ഉണ്ടാകുന്നത് പോലെ ഇവിടെയുണ്ട് അതിനൊരു ആക്സിസ്, അല്ലെ. ഡ്രിൽ എടുത്താലും അതിനൊരു ആക്സിസ് ഉണ്ട്, ടാപ്സ് എടുത്താലും നമുക്ക് അതിന് ഒരു ആക്സിസ് കാണാൻ സാധിക്കും. ഏതൊരു ടൂളുകൾക്കും ഉള്ളതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു ആക്സിസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെ, ഒരു ആക്സിസ് കാണാൻ സാധിക്കും. സോ ആക്സിസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സെന്റർ ലൈൻ ഓഫ് റീമർ, അല്ലെ. അതായത് ആ ലെങ്ത് വൈസിലുള്ള ആ ഒരു സെന്റർ ലൈനിനെ നമ്മൾ എന്ത് വിളിക്കാം? ഇമാജിനറി ആയിട്ടുള്ള ഒരു ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ അതിനുശേഷം നോക്കിയേ, നിങ്ങൾ ആക്സിസ് കണ്ടു, അതിനുശേഷം നോക്കിയേ ബോഡി എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, അല്ലെ. ബോഡി എന്താണ്? ഈ ബോഡി ഓഫ് റീമർ എന്ന് പറയുന്നത്, ഒരു റീമറിനെ സംബന്ധിച്ചോളം ബോഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കി, തുടക്ക ഭാഗം, അല്ലെ. ദാറ്റ് ഈസ് പോർഷൻ ഓഫ് റീമർ എക്സ്റ്റെൻഡിങ് ഫ്രം എൻറ്ററിങ് എൻഡ്. തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ എൻ്റർ ചെയ്യുന്ന എൻഡ് എന്ന് പറയുന്നത് ഏതാ? ഇതാണല്ലോ എൻ്റർ ചെയ്യുന്ന എൻഡ്. ഈ എൻ്റർ ചെയ്യുന്ന എൻഡ് മുതൽ നമ്മളുടെ ഷാങ്ക് തുടങ്ങുന്നിടം വരെ, ശ്രദ്ധിക്കുക, എൻ്റർ ചെയ്യുന്ന ആ ഒരു സർഫസ് മുതൽ, അല്ലെ, ഷാങ്ക് തുടങ്ങുന്നിടം വരെയാണ് ടോട്ടൽ ബോഡി ഓഫ് റീമർ എന്ന് പറയുന്നുണ്ടാവുക. ബോഡി ഓഫ് റീമർ. അപ്പൊ ഷാങ്ക് തുടങ്ങുന്നിടം വരെ എന്ന് പറയുമ്പോൾ അതിനുശേഷം എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഷാങ്ക് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഷാങ്ക് ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന ബോഡിയും ഷാങ്കും കൂടി ചേരുന്നതാണ് ഓവറാൾ ലെങ്ത് എന്ന് പറയുന്നത്. ഓവറാൾ ലെങ്ത് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ബോഡിയും ഷാങ്കും കൂടി ചേരുന്നതാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ റീമർ എന്ന് പറയുന്നത്. സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത്തരത്തിൽ ഓവറാൾ ലെങ്ത് എന്താണ്, ബോഡി എന്താണ്, ഷാങ്ക്. ഓക്കെ, നമ്മുടെ ആ ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ അതൊന്ന് മനസ്സിലേക്ക് എത്തിക്കുക. ഓക്കെ, ഫൈൻ. അപ്പൊ ബോഡി ഉണ്ട്, ഷാങ്ക് ഉണ്ട്. അപ്പൊ ബോഡിയും ഷാങ്കും കൂടി ചേരുമ്പോഴാണ് അവിടെ ഓവറാൾ ലെങ്ത് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഈ പറയുന്ന ബോഡിയിൽ തന്നെ രണ്ട് പാർട്ടുകൾ കാണാൻ സാധിക്കും. ഈ പറയുന്ന ബോഡിയിൽ തന്നെ രണ്ട് പാർട്ടുകൾ. ഒന്നെന്ന് പറയുന്നത് കട്ടിംഗ് എഡ്ജുകളാണ്, അല്ലെ. ഇത്തരത്തിൽ ഇവിടെ മുതൽ ഇവിടം വരെ എന്താണ്? കട്ടിംഗ് എഡ്ജ് ആണ്, അല്ലെ, കട്ടിംഗ് എഡ്ജ്. അപ്പൊ ആ ഒരു പോർഷൻ നമ്മൾ വിളിക്കുന്നത് കട്ടിംഗ് എഡ്ജ് എന്ന് വിളിക്കുന്നു. കട്ടിംഗ് എഡ്ജ് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഒരു ഗ്രൂവ് അല്ലെങ്കിൽ ചെറിയൊരു റിസസ് കാണാൻ സാധിക്കും, അല്ലെ. അല്പം ഡയമീറ്റർ കുറഞ്ഞ ഒരു പോർഷൻ കാണാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് റിസസ് എന്ന് പറയുന്നത്. അപ്പൊ ബോഡി എന്ന് പറയുന്നത് ഈ പറയുന്ന കട്ടിംഗ് എഡ്ജ് ലെങ്തും റിസസും ചേരുന്നതാണ്. അപ്പൊ ബോഡി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ബോഡി എന്ന് പറയുന്ന പോർഷൻ ഒരു റീമറിനെ സംബന്ധിച്ചോളം ആ കട്ടിംഗ് എഡ്ജും അതുപോലെ തന്നെ റിസസും കൂടി ചേരുന്നതാണ് ബോഡി എന്ന് പറയുന്നത്. ബോഡി കഴിഞ്ഞാൽ ഷാങ്ക് തുടങ്ങുന്നു. ബോഡി എന്ന് പറയുന്നത് ആ എൻറ്ററിങ് എൻഡ് മുതൽ, അല്ലെ, എൻറ്റർ ചെയ്യുന്ന ആ ഒരു എൻഡ് പോർഷൻ മുതൽ കറസ്പോണ്ടിങ് ഷാങ്ക് തുടങ്ങുന്നിടം വരെയുള്ള ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡിയിൽ തന്നെ കട്ടിംഗ് എഡ്ജ് ഉള്ള പോർഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ റിസസ് എന്ന് പറയുന്ന പോർഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ അത് ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാം. എന്താണ് ആക്സിസ്, എന്താണ് ബോഡി, എന്താണ് ഷാങ്ക്, എന്താണ് ഈ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്ന സ്ഥലം, ഏതാണ് ഈ റിസസ് എന്ന് പറയുന്നത്, അത് വളരെ ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. ഓക്കെ, ഷാങ്ക് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഷാങ്ക് രണ്ട് തരത്തിൽ കാണാറുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ടേപ്പേർഡ് ആയിട്ടുള്ള ഷാങ്കും നമുക്ക് അവൈലബിൾ ആണ്. റീമറിനെ സംബന്ധിച്ചോളം, ഹാൻഡ് റീമർ അല്ല, പൊതുവെ റീമറിനെ സംബന്ധിച്ചോളം നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഇത്തരത്തിൽ ടേപ്പേർഡ് ആയിട്ടുള്ള ഷാങ്ക് ഉണ്ടാവും. ടേപ്പേർഡ് ആയിട്ടുള്ള ഷാങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ് ടേപ്പർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം.
പിന്നീട് സ്ട്രെയിറ്റ് ഷാങ്ക് ആണ്, അല്ലെങ്കിൽ പാരലൽ ഷാങ്ക് ആണ്. പാരലൽ ഷാങ്ക് പൊതുവെ നമ്മൾ ഇത്തരത്തിൽ ഹാൻഡ് റീമറുകളിൽ യൂസ് ചെയ്യുന്നു. സോ ഹാൻഡ് പാരലൽ ഷാങ്കിന്റെ ടോപ്പ് എൻഡിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ ആ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു എൻഡ് കാണാൻ സാധിക്കും. അതിലേക്ക് നമ്മൾ റെഞ്ച് ഇൻസേർട്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് റിസസ് എന്ന് പറയുന്ന പോർഷൻ ആണ്. ഓൾറെഡി നമ്മൾ കണ്ടതാണ് റിസസ് എന്താണെന്നുള്ളത്. ബോഡി എന്ന് പറയുന്ന പോർഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് റിസസ് എന്ന് പറയുന്നത്, അല്ലെ? ദാറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ദ ബോഡി വിച്ച് റെഡ്യൂസ്ഡ് ഇൻ ഡയമീറ്റർ. ഇത്തരത്തിൽ ബോഡി എന്ന് പറയുന്ന പോർഷനിൽ ഡയമീറ്റർ കുറവുള്ള ഒരു പോർഷൻ ഉണ്ടാകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസസ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. The portion of the body which reduced in diameter below the cutting edge and pilot or guide diameter. ഇത്തരത്തിൽ പൈലറ്റ് അല്ലെങ്കിൽ ഗൈഡ് ഡയമീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡയമീറ്റർ കുറവായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് റിസസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റിസസ്, എന്താണ് ബോഡി, എന്താണ് ഷാങ്ക്, ഏതൊക്കെ ടൈപ്പ് ഷാങ്കുകൾ ഉണ്ട്, ഓക്കെ, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടു. പിന്നീട് നമുക്ക് നോക്കാം ഈ ലാൻഡ് എന്ന് പറയുന്ന പോർഷൻ, അല്ലെ? ലാൻഡ് എന്ന് പറയുന്ന പോർഷൻ. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻ നോക്കി ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു മില്ലിംഗ് കട്ടർ പോലെ ഏകദേശം കാണാൻ സാധിക്കും, അല്ലെ? ഒരു മില്ലിംഗ് കട്ടർ പോലെ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു കട്ടിംഗ് എഡ്ജ് ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കട്ടിംഗ് എഡ്ജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ വീണ്ടും നമ്മൾ അടുത്ത കട്ടിംഗ് എഡ്ജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഒരു കട്ടിംഗ് എഡ്ജ് ഇതാണ്, രണ്ടാമത്തെ കട്ടിംഗ് എഡ്ജ് ഇതാണ്. സോ അങ്ങനെ നിരവധി കട്ടിംഗ് എഡ്ജുകൾ നമ്മൾ ആ ഒരു റേഡിയലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെ? സർക്കുലർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന നിരവധി കട്ടിംഗ് എഡ്ജുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളെ മൾട്ടി പോയിന്റ് കട്ടർ എന്നാണ് നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു കട്ടിംഗ് എഡ്ജ് നോക്കുന്ന സമയത്ത് നോക്കി ഇവിടെ ഒരു എന്താണ് സർഫസ് കാണുന്നുണ്ടാവും, അല്ലെ? ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? പൊതുവെ ഇതിനെ മൊത്തത്തിൽ എന്താ വിളിക്കുക? ലാൻഡ് എന്ന് വിളിക്കുന്നു. മൊത്തത്തില് ലാൻഡ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കി ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ കട്ടിംഗ് എഡ്ജ്, ഇതാണ് നമ്മുടെ കട്ടിംഗ് എഡ്ജിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാകും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ്, ടോട്ടൽ ഈ ഒരു സർഫസിനെ വിളിക്കുന്ന പേരാണ് ലാൻഡ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ലാൻഡ് എന്ന് പറയുന്നുണ്ടാവുക. ഈ ലാൻഡിൽ തന്നെ തുടക്കത്തിൽ കുറച്ച് പോർഷൻ ഉണ്ടാകും, തുടക്കത്തിൽ ഒരു ചെറിയ പോർഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ ലാൻഡ്, അല്ലെ? കട്ടിംഗ് എഡ്ജിനോട് ചേർന്ന് തുടക്കത്തിൽ കാണപ്പെടുന്ന ലാൻഡിനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ ലാൻഡ് എന്ന് പറയുന്നത്. കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് കട്ടിംഗ് എഡ്ജ്. സോ ഈ കട്ടിംഗ് എഡ്ജിനോട് ചേർന്ന് തുടക്കത്തിൽ കാണപ്പെടുന്ന ലാൻഡിൽ തുടക്കത്തിൽ കാണപ്പെടുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ലാൻഡ് എന്താണ്, സർക്കുലാർ ലാൻഡ് എന്താണ്, അല്ലെ? സോ ഇത്തരത്തിൽ നോക്കി. അപ്പൊ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജിന് പിറകിലുള്ള ഈ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹീൽ എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ കട്ടിംഗ് എഡ്ജിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോർഷനെ വിളിക്കുന്ന പേരാണ് ഹീൽ എന്ന് പറയുന്നത്. അപ്പൊ കട്ടിംഗ് എഡ്ജിനും ഹീലിനും ഇടയിലുള്ള ഒരു സർഫസ് ആണ് ബേസിക്കലി എന്ത്? ലാൻഡ് എന്ന് പറയുന്നത്. കട്ടിംഗ് എഡ്ജിനും ഹീലിനും ഇടയിലുള്ള ഒരു സർഫസ് ആണ് ലാൻഡ് എന്ന് പറയുന്നത്. ഈ ലാൻഡിൽ തന്നെ കട്ടിംഗ് എഡ്ജിനോട് ചേർന്ന് കിടക്കുന്ന സർഫസിനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ ലാൻഡ് എന്ന് പറയുന്നത്. ഈ ലാൻഡിൽ തന്നെ കട്ടിംഗ് എഡ്ജിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ലാൻഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ കട്ടിംഗ് എഡ്ജ് ആൻഡ് ദ ഹീൽ, അല്ലെ? ഇത്തരത്തിൽ കട്ടിംഗ് എഡ്ജിനും ഹീലിനും ഇടയിൽ കാണപ്പെടുന്ന ആ ഒരു സർഫസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലാൻഡ് ക്ലിയർ ആയി. പിന്നീട് നോക്കേ സർക്കുലാർ ലാൻഡ്. എന്താണ് ഈ സർക്കുലാർ ലാൻഡ് എന്ന് പറഞ്ഞാല്? അപ്പൊ കട്ടിംഗ് എഡ്ജിനോട് ചേർന്ന് കിടക്കുന്ന ലാൻഡിന്റെ കുറച്ച് പോർഷനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ ലാൻഡ്. നോക്കാം, ദാറ്റ് ഈസ് സിലിണ്ടറിക്കലി ഗ്രൗണ്ട് സർഫസ്, അല്ലെ? ഗ്രൈൻഡ് ചെയ്ത് കട്ടിംഗ് എഡ്ജിനോട് ചേർന്ന് ഗ്രൈൻഡ് ചെയ്ത് കിടക്കുന്ന, അഡ്ജസെന്റ് ടു ദ കട്ടിംഗ് എഡ്ജിനോട് ചേർന്ന് അഡ്ജസെന്റ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് കാണപ്പെടുന്ന ഒരു സർഫസ് ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് ലാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ലീഡിങ് എഡ്ജ്, അല്ലെ? ഒരു തുടക്കത്തിലുള്ള കട്ടിംഗ് എഡ്ജിനോട് ചേർന്ന് തുടക്കത്തിലുള്ള ഒരു സർഫസ് ആണ്, അത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാകും. അത്തരത്തിലുള്ള പോർഷനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ ലാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ സിലിണ്ടറിക്കലി ഗ്രൗണ്ട് സർഫസ്, അല്ലെ? സിലിണ്ടറിക്കലി ഗ്രൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു സർഫസ് ആണ്. അഡ്ജസെന്റ് ടു കട്ടിംഗ് എഡ്ജിനോട് ചേർന്ന് കിടക്കുന്ന തുടക്കത്തിലുള്ള ആ ഒരു എഡ്ജിനെ പോർഷൻ, തുടക്കത്തിലുള്ള ലാൻഡിലുള്ള ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലാൻഡ്? ഒരു റീമറെ സംബന്ധിച്ചുള്ള എന്താണ് ഈ ലാൻഡ് എന്ന് പറയുന്നത്? എന്താണ് സർക്കുലാർ ലാൻഡ് എന്ന് പറയുന്നത്? കട്ടിംഗ് എഡ്ജ് എവിടെയാണെന്നുള്ളത് കണ്ടു, ഹീല് എവിടെയാണെന്നുള്ളത് നമ്മൾ ബേസിക്കലി കണ്ടു. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് തുടക്കത്തിൽ ഇപ്പൊ മെഷീൻ റീമർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
തുടക്കത്തിൽ നമുക്കറിയാം ഒരു ചാംഫറിങ് അല്ലെങ്കിൽ ഒരു ബെവലിംഗ് കാണാൻ സാധിക്കും അല്ലെ, തുടക്കത്തിൽ ഒരു ചെറിയ ബിവലിംഗ് കാണാൻ സാധിക്കും. സോ അത് നമുക്ക് പൊതുവെ നമ്മൾ മെഷീൻ റീമറിലും ഹാൻഡ് റീമറിലും കാണാറുണ്ട്. സോ അറ്റ് ദ എൻഡറിങ് എൻഡ് ഓഫ് ദ റീമർ കട്ടിങ് ഇറ്റ്സ് വേ ഇൻ ടു ദ ഹോൾ, അല്ലാതെ ഈ പറഞ്ഞ ഹോളിലേക്ക് കയറാൻ തുടക്കത്തിൽ നമ്മൾ സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ ബിവൽ ലീഡുകൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് പ്രൊവൈഡഡ് വിത്ത് സർക്കുലർ ലാൻഡ്. ഈ പറഞ്ഞ സർക്കുലർ ലാൻഡ് അവിടെ കാണാൻ സാധിക്കില്ല. ഇത്തരത്തിൽ ബിവൽ ലീഡ് എന്ന് പറഞ്ഞാൽ തുറക്കത്തിലുള്ള പോർഷനാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ടേപ്പർ ലീഡ് എന്ന് പറയുന്നത്. ടേപ്പർ ലീഡ്, so tapered cutting portion at the entering end to facilitate cutting and finishing of the hole. തരത്തിൽ ആ ഒരു ടേപ്പറിംഗ് ആയിട്ടുള്ള പോർഷനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ടേപ്പർ ലീഡ്. അതിനുശേഷം തുടക്കത്തിൽ ബിവലായിട്ട് കാണുന്ന ലീഡിനെ വിളിക്കുന്ന പേരാണ് ബിവൽ ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടേപ്പർ ലീഡ്, എന്താണ് ബിവൽ ലീഡ് എന്നുള്ളൊരു ബേസിക് ഐഡിയ. അപ്പോൾ നമ്മളുടെ റീമർ എടുക്കുന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ കാണുന്ന ഒരു ലീഡ്, അതായത് തുടക്കത്തിൽ കാണുന്ന ബിവൽഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും, അതിനെ ബെവൽ ലീഡ് എന്ന് പറയുന്നു. സോ അതും കറസ്പോണ്ടിങ് ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ബിവൽ ആംഗിൾ, ബെവൽ ലീഡ് ആംഗിൾ എന്ന് പറയാറുണ്ട്. അതിനുശേഷം കുറച്ച് പുറകിലേക്ക് വരുന്ന സമയത്ത് ടേപ്പേർഡ് ആയിട്ടുള്ള സർഫസ് കാണാൻ സാധിക്കും. ടേപ്പേർഡ് ആയിട്ടുള്ള സർഫസ് കാണാൻ സാധിക്കും. ആ ടേപ്പേർഡ് ആയിട്ടുള്ള സർഫസ് അതാണ് നമ്മുടെ ടേപ്പർ ലീഡ് എന്ന് പറയുന്നത്. ആ ടേപ്പേർഡ് സർഫസും നമ്മുടെ ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമ്മൾ ടേപ്പർ ലീഡ് ആംഗിൾ എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ എന്താണ് ബിവൽ ലീഡ് എന്ന് പറയുന്നത്, എന്താണ് ടേപ്പർ ലീഡ് എന്ന് പറയുന്നത്, എന്താണ് ബിവൽ ലീഡ് ആംഗിൾ എന്ന് പറയുന്നത്, എന്താണ് ടേപ്പർ ലീഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്ന ബിവൽ, ഈ പറയുന്ന ബിവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, സോ അതാണ് ബിവൽ ലീഡ് ആംഗിൾ. ഈ പറയുന്ന രീതിയിൽ ടേപ്പേർഡ് ആയിട്ടുള്ള സർഫസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, അതാണ് ടേപ്പർ ലീഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ബിവൽ ലീഡ് എന്താണ്, ടേപ്പർ ലീഡ് എന്താണ്, പിന്നീട് എന്താണ് ബിവൽ ലീഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. സോ ദാറ്റ് ഈസ് ദ ആംഗിൾ ഫോംഡ് ബൈ ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ബിവൽ ലീഡ് ആൻഡ് ദ റീമർ ആക്സിസ് അല്ലെ. ഇത്തരത്തിൽ റീമർ ആക്സിസും ബിവൽ ലീഡും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ബിവൽ ലീഡ് ആംഗിൾ. എന്താണ് ടേപ്പർ ലീഡ് ആംഗിൾ? സോ ദ ആംഗിൾ ഫോംഡ് ബൈ ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടേപ്പർ ആൻഡ് ദ റീമർ ആക്സിസ്. ഇത്തരത്തിൽ അതിന്റെ കട്ടിംഗ് എഡ്ജും അതുപോലെ തന്നെ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് റീമർ ആക്സിസും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആംഗിൾ ആണ് ടേപ്പർ ലീഡ് ആംഗിൾ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സോ ടേപ്പർ ലീഡ് ആംഗിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇപ്പൊ റീസെന്റ് നടന്ന എക്സാമിന് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. ടേപ്പർ ലീഡ് ആംഗിളുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം. നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാൻ വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.